നമസ്കാരം. നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പൊതുമൈതാനങ്ങൾ പലതും ഇന്ന് ആരാധനാലയങ്ങൾക്ക് വേണ്ടി കയ്യേറുന്ന സമീപനമാണ് കണ്ടുവരുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഇത്തരം പ്രവണതകൾ നല്ലതല്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പട്ടാമ്പി കൊപ്പം ഏറയൂരിൽ പ്രശാന്ത് സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA ബേബി. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ എറയൂരിലാണ് പ്രശാന്ത് സ്മാരക മന്ദിരം തുറന്നുകൊടുത്തിരിക്കുന്നത്. CPM എറയൂർ കിഴക്ക്, എറയൂർ മനപ്പടി എന്നീ ബ്രാഞ്ച് കമ്മിറ്റികളുടെ ഓഫീസ് കൂടിയാണ് പ്രശാന്ത് സ്മാരക മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനങ്ങളെ ക്രിയാത്മകരാക്കി മാറ്റുവാനുള്ള മൈതാനങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് അന്യനിന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MA ബേബി പറഞ്ഞു. പല പൊതുമൈതാനങ്ങളും ആരാധനകൾക്ക് വേണ്ടി കൈയടക്കുകയാണെന്നും ഇത്തരം പ്രവണതകൾ നല്ലതല്ലെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പൊതു ഇടങ്ങളിലായിട്ട് നിലനിന്നിരുന്ന പല സ്ഥലങ്ങളും പലരും കയ്യേറുന്നുണ്ട്. ആരാധനാലയങ്ങൾക്കൊക്കെ സ്ഥലം വേണം. ആരാധനാലയങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം ഇപ്പൊ തന്നെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ദേവസ്വം ബോർഡൊക്കെയാണ് കാസൂക്ഷിച്ചു പോണ്ടത്. എന്നാൽ എന്റെ കൊല്ലത്തെ ഒരു അനുഭവം ഞാൻ പറയാം. കൊല്ലത്ത് EMSന്റെയും സുർജിത്തിന്റെയും BT രണദിവയുടെയും ജോർജ് ഫെർണാണ്ടസ് റെയിൽവേ തൊഴിലാളി നേതാവായിരിക്കുമ്പോൾ ജോർജ് ഫെർണാണ്ടസിന്റെയൊക്കെ പ്രസംഗങ്ങൾ ഞങ്ങൾ കേട്ടുള്ളത് കൊല്ലത്ത് ഏറ്റവും പ്രസിദ്ധമായ മൈതാനി റെയിൽവേ സ്റ്റേഷൻ മൈതാനിയാണ്. റെയിൽവേ സ്റ്റേഷനും അഭിമുഖമായിട്ടുള്ളൊരു മൈതാനിയാണ്. അവിടെ പോയിരുന്ന ഒരുപാട് യോഗങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ട്. പിന്നെ വിദ്യാർത്ഥി രംഗത്തെ ചില യോഗങ്ങൾ നടത്തുമ്പോൾ അവിടെ പ്രസംഗിച്ചിട്ടുമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ മൈതാനം ഇപ്പൊ നിങ്ങളൊന്ന് പോയി നോക്ക്, അവിടെ മൈതാനം ഉണ്ടോ? ഇല്ല. അപ്പൊ ആ സ്ഥലം എന്താ? സ്ഥലം അപ്രത്യക്ഷമാവും. ഇല്ല, അത് മറ്റൊരു ആരാധനാലയം ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത്ര ഞാൻ പറയുന്നത്. ഏത് ആരാധനാലയം എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതിനെക്കുറിച്ചൊരു തർക്കം വരും. ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം TK നാരായണദാസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സുവനീർ പ്രകാശനം CPM ജില്ലാ കമ്മിറ്റി അംഗം സുബേദ സാഖ് നിർവഹിച്ചു. CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, U അജയകുമാർ, A സോമൻ, M രാജൻ, K മോഹൻദാസ്, A സാബിറ, N നീരജ്, K വേലായുധൻ, MT പ്രസന്നകുമാർ, T കൃഷ്ണകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. പട്ടാമ്പി വല്ലപ്പുഴ ചെറുകോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും. വീടുകളുടെ നിർമ്മാണോദ്ഘാടനം ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിച്ചു. വല്ലപ്പുഴ ചെറുകോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചെറുകോട് 1-ാം വാർഡിലെ 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. പുലമുഖം തൊടി ഇബ്രാഹിം, ചോലയിൽ ശിവൻകുട്ടി എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. തറക്കല്ലിടൽ ചടങ്ങ് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CK ബാബു, KV ആയിഷത്ത് സുഫൈന, പറക്കാട് റഫീഖ്, ഹരിഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നെസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയുമായ അബ്ദുൾ റഹ്മാൻ, T യൂസഫ്, കല്ലിങ്ങൽ ഹംസ, യമുന ദേവി, ഉണ്ണി, രാമകൃഷ്ണൻ, നാസർ, നൌഷാദ് കുറുവട്ടൂർ, സുബൈർ KT, PP നൌഷാദ്, CK ഹംസ, CK മുഹമ്മദ് അലി, PK ബഷീർ, CP യഹിയ, KP നൌഷാദ് അലി, CT അലി, UM ഇസ്മയിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഒരു സോഷ്യൽ വർക്ക് എന്ന രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് എല്ലാ അനുമോദനങ്ങളും എല്ലാ സപ്പോർട്ടും ഞാനിവിടെ പറയുന്നു. അതുപോലെ ഈ ഒരു സംരംഭത്തിൽ എല്ലാവരും സഹായിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സുദിനത്തിൽ ഈ ഒരു പരിപാടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. പട്ടാമ്പിയിൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിലാണ് സ്ത്രീ സുരക്ഷ, സൈബർ സുരക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ചിത്ര ഊട്ടോടത്ത് നടന്ന ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സൈബർ സുരക്ഷയെക്കുറിച്ചും ഒക്കെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും പലതും സംഭവിച്ചു പോകുന്നുണ്ട് അല്ലേ. നമ്മുടെ ഫോണിലൊക്കെ പല എന്താ പറയുക മെസ്സേജസ് വരുമ്പോഴൊക്കെ നമ്മൾ അതിൽ കുടുങ്ങിപ്പോയിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്കിടയിലൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്.
അതൊക്കെ പലരും പുറത്ത് പറയാണ്ട് പോകുന്നു, ചിലർ പുറത്ത് അറിഞ്ഞ് ആകുമ്പോഴത്തേക്ക് തന്നെ വലിയ പ്രശ്നത്തിലായി മാറുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചമായ എല്ലാ ചതിക്കുഴികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൊബൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. മൊബൈലില്ലാതെ ഒരു മണിക്കൂർ നേരം നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്തെങ്കിലും ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ഒരു എന്താ പറയുക, ഒരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഒരു മൊബൈൽ കയ്യിലില്ലെങ്കിൽ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് അറിവ് ഇല്ലായ്മയാണ്. അതിൽ ആ അറിവ് നേടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ജനമൈത്രി പോലീസ് ഇന്ന് ഒരു ക്ലാസ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ SHO പ്രതാപ് മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ മോഹനൻ അധ്യക്ഷനായിരുന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രകാശൻ മറ്റു സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ കുടിനീർ ഉൾപ്പെടെയുള്ള ജലത്തിന്റെ ലഭ്യതയ്ക്കും നിലനിൽപ്പിനും ജലസാക്ഷരതാ സമൂഹത്തിൽ സർവ്വവ്യാപകമാണെന്ന് SYS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അസനി ആനക്കര പറഞ്ഞു. SYS ജില്ലാ കമ്മിറ്റി പ്ലാറ്റിനം ഇയർ ജനകീയ പദ്ധതികളുടെ ഭാഗമായി പാലത്തറ ഗേറ്റിൽ സംവിധാനം ചെയ്ത ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തന്നെ ജലക്ഷാമ രൂക്ഷമായ പ്രധാന പ്രദേശങ്ങൾ പാലക്കാട് ജില്ലയിലാണ് എന്നത് ജില്ലയിലെ ജലസംരക്ഷണത്തിന്റെ അനിവാര്യത തെളിയിക്കുന്നു. മിതമായ ഉപയോഗം ഉറപ്പുവരുത്തുകയും ജലസ്രോതസ്സുകളുടെ ശുചിത്വവും പരിപാലനവും പരിരക്ഷിക്കുകയും ചെയ്യുമ്പോൾ തലമുറകൾക്ക് വെള്ളം കരുതിവയ്ക്കാൻ കഴിയും. ശുദ്ധജല വിതരണം, ജലാശയ ശുചീകരണം, ബോധവൽക്കരണ സദസ്സ് ഉൾപ്പെടെ വിവിധ പരിപാടികളോടെ SYS പ്രതിവർഷവും ജലസംരക്ഷണ ക്യാമ്പയിൻ ആചരിക്കാറുണ്ട്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ അനന്തരം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരങ്ങൾ ലഭ്യമായി. ജലക്ഷാമം രൂക്ഷമായ ആലത്തൂർ തരിശു പ്രദേശത്ത് കഴിഞ്ഞ വർഷം സംഘടനയുടെ സംസ്ഥാനതല ജലസംരക്ഷണ ക്യാമ്പയിൻ ഉദ്ഘാടനം 10 ലക്ഷം രൂപ വരുന്ന പദ്ധതി വഴി 50ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്രദമായെന്നും അത്തരം പദ്ധതികൾ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, പാലക്കാട് ജില്ലയാണ് ഏറെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു ജില്ല. 2 താലൂക്കുകളുണ്ട്. ഒന്ന് ചിറ്റൂർ താലൂക്ക്, 2 ആലത്തൂർ താലൂക്ക്. ഈ 2 താലൂക്കിലാണ് കേരളത്തിൽ ഏറ്റവും അധികം രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നത്. എന്തോ അറിയില്ല, രണ്ടും ഞങ്ങളുടെ ജില്ലയിൽ പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ തളരാൻ പാടില്ല. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗമാണ്. സാന്ത്വനം എന്നത് നമുക്കത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചു തന്നതുമാണ്. തരിശ് എന്ന് പറയുന്നൊരു പ്രദേശത്ത് മർക്കസിൻ്റെ RCFI ഫണ്ട് ഉപയോഗപ്പെടുത്തി 10 ലക്ഷം രൂപയിലധികം ചിലവഴിച്ച് ആ പരിസരവാസികൾക്ക് മുഴുവൻ വെള്ളം എത്തിച്ചു കൊടുക്കാൻ SYSന്റെ സാന്ത്വനത്തിന് സാധ്യമായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ വർഷത്തെ തുടക്കമാണിത്. ഇനിയും നമുക്ക് ഒരുപാട് പ്രദേശങ്ങൾ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നതുണ്ട്. അവിടങ്ങളിലേക്കൊക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അബുദാബി ബനിയ സ്പൈക്ക് MD കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ അവണക്കുന്ന്, അബ്ദുൾ ജലീൽ അഹ്സനി ആലൂർ, റഷീദ് ബാഖവി പാലത്തറ, ഉമർ ലത്തീഫി കള്ളടിപ്പറ്റ, മുഹമ്മദ് അലി സാദി വല്ലപ്പുഴ, TK മൊയ്തീൻകുട്ടി ഹാജി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് തൃത്താല. ഗുജറാത്ത് കലാപത്തിലെ ഇര ബൽക്കിസ് ബാനുവിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി പോരാടിയ CPIM MPB അംഗം സുഭാഷ്നി അലിക്ക് CPIM തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സ്വീകരണം നൽകി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് സുഭാഷ്നി അലിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ, തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന തുടങ്ങിയവർ സംസാരിച്ചു. We will protect them. We will protect their honor. But at the same time, these 11 criminals, these rapists, these murderers, they were released from the jail in Gujarat. And when they came out of the jail, BJP people, Bajrang Dal people, VHP people, they garlanded them and they gave sweets and they said, these are Sanskari Brahmins, they cannot commit any crime. And they were given a grand welcome. And when Bilkis Banu was asked, what are you thinking today? She said, I think justice has ended. വരവൂർ സേവാഭാരതിയും ആരാധന ഹൈടെക് ലാബ് തൃശൂർ ആര്യ ഐ കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. വരവൂർ ചൈത്രം ബിൽഡിംഗിൽ നടന്ന ക്യാമ്പ് ആര്യ ഐ കെയറിലെ ഡോക്ടർ ദിവ്യ ജയേഷ് രോഗികളെ പരിശോധിച്ചു. ഡോക്ടർ കണ്ണട നിർദ്ദേശിച്ചവർക്ക് മിതമായ നിരക്കിൽ കണ്ണടകൾ ക്യാമ്പിൽ നൽകി. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സേവാഭാരതി വരവൂർ പ്രസിഡന്റ് രതീഷ് സെക്രട്ടറി
വിനോദ്, BJP വരവൂർ പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, ആര്യ ഐ കെയർ ആശുപത്രിയിലെ ഡോക്ടർ ദിവ്യ ജയേഷ്, ജിഷാദ് എന്നിവർ സംസാരിച്ചു. വല്ലപ്പുഴ ഓർഫനേജ് ALP സ്കൂളിൽ നിർമ്മിക്കുന്ന ശലഭോദ്യാനത്തിന് പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് സഹായധനം നൽകി. പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ മനോജിൽ നിന്ന് OALP സ്കൂൾ പ്രധാനാധ്യാപിക ലത തുക ഏറ്റുവാങ്ങി. സ്കൂളിന്റെ 45ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയതായി നിർമ്മിക്കുന്നതാണ് ശലഭോദ്യാനം. പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി KB ബിജു, ജയകൃഷ്ണൻ, അധ്യാപകരായ റംല, നിത, സിന്ധു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പട്ടാമ്പി ഓങ്ങല്ലൂർ വാടാനാംകുറിശി ആരഭി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വാടാനാംകുറിശി ആരബി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടികളുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആരബി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടത്തി വന്നിരുന്നത്. സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറിയതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്ത്രീ പുരുഷ അനുപാതമാണെങ്കിലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പല കാര്യങ്ങളിലും നമ്മൾ മുന്നിൽ നിൽക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനവും അതിശക്തമായി ഓരോ ഗ്രാമങ്ങളിലും ഓരോ മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ്. ഇന്ന് വായന പഴയ രീതിയിലല്ല, വായനശാലകളുടെ പ്രവർത്തനങ്ങൾ പഴയ രീതിയിലല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നും മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരബി വായനശാലയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനം. അത് മറ്റു വായനശാലകൾക്ക് കൂടി ഏറ്റവും വലിയ മാതൃകയാണ് എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുക. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ജലജ ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. PP വിജയൻ, B ശ്രീരഞ്ജ്, CP രാമൻ, ഉണ്ണികൃഷ്ണൻ, E ഗോപിനാഥൻ, പ്രിയ പ്രശാന്ത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. CP രാമൻ, P ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന പരിപാടികളുടെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം സിനിമ സീരിയൽ താരം മറിമായം മണി ഉദ്ഘാടനം ചെയ്യും. കവിയും ഗാനരചിതാവുമായ BK ഹരിനാരായണൻ മുഖ്യാതിഥിയാകും. തുടർന്ന് നാടൻപാട്ടും ഉണ്ടായിരിക്കും. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.